Ladies and gentlemen, this is Adesh and welcome to my comedy. തമിഴിൽ നിന്ന് ഒരു റോം കോം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ലവ് സ്റ്റോറി. നമ്മുടെ ധനുഷിന്റെ ഒരു പടം ഉണ്ടായില്ലേ, നീറ്റ് അല്ല നിക്, നിലാവുക്ക് ML കോപം. സോ അതിലൊരു ചെറുക്കൻ ഉണ്ടായിരുന്നില്ലേ ലീഡായിട്ട് അഭിനയിച്ചിരുന്നത്, നമ്മുടെ ധനുഷിന്റെ നെഫ്യൂ. ആ പയ്യനാണ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സെൽവരാഘവനുണ്ട്. ലവ് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ മിഡിൽ ക്ലാസ് ലവ് സ്റ്റോറി ഭയങ്കര രസമായിരിക്കും എന്ന് പറയാനുള്ള കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഈ സിനിമയുടെ ആദ്യമൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. നമ്മുടെ നായകനാണ് വെച്ചാൽ ഒരു കിഴങ്ങനാണ്, ഒരു പോങ്ങനാണ്. നായികയാണ് വെച്ചാൽ ഒട്ടും മോശമല്ല, ഒരു പൂതനയാണ്. സോ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഇറ്റ്സ് ആക്ച്വലി നൈസ് എന്നായിരുന്നു നോം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ ആദ്യം കണ്ടപ്പോൾ. സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വുമൻസ് അസോസിയേഷനൊക്കെ ഇട്ട് നല്ല സെരിപ്പടി കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അവരെന്നെ പറയുന്നത് വുമൻസ് അസോസിയേഷൻ പറയുന്നത് ഡമ്മി പീസ് ആണ്, വളരെ കറക്റ്റാണ്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അവർ പ്രതികരിക്കില്ല, എന്നാൽ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവർ പലപ്പോഴും ഘോരമായിരുന്നു സംസാരിക്കുന്നത് കേൾക്കാം. നമ്മുടെ സിനിമ ഫീൽഡിലും അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയില്ല. ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, സെറ്റ്. ഇതിൽ നമ്മുടെ നായകന് വൻ ഇൻട്രോ ആണ് കൊടുക്കുന്നത്. നായികയാണ് വെച്ചാൽ നായകനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അമ്മയുടെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോവാൻ. എന്തിന്? കല്യാണത്തിന്. നായകനാണ് വെച്ചാൽ ഈ പൂതനയുടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം വേണ്ടി ദുബായിക്ക് പോകാൻ വേണ്ടി നിൽക്കണു. ഈ പെണ്ണ് പോയിട്ട് കേസ് കൊടുക്കണു, പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണു. റൂം തുറക്കണു, ഫുൾ പുക. എനിക്ക് തോന്നുന്നു ഈ മറ്റേ കൊതുവിന് മരുന്നടിക്കാൻ വരുന്നവർ വരെ എത്ര പുകയില്ല, അതിലും പുകയും. ചെറുക്കൻ ബീർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് നേരെ പിടിച്ച് സെൽവരാഘവന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. സെൽവരാഘവനാണ് ഇത് പോലീസ് ഓഫീസർ. പിന്നീട് ഇവർ ഒന്ന് ചേരുമോ ഇല്ലേ, ഇതാണ് പറഞ്ഞു പോകുന്നത് ഈ സിനിമ. ഞാൻ പറഞ്ഞ നായകൻ ഒരു കിഴങ്ങനാണ്, ഒരു പോങ്ങനാണ് എന്നുള്ളത്. ഇതിലെ നായികയുടെ മെയിൻ പണി എന്താ വെച്ചാൽ ഓസിന് കുറെ ചെറുക്കനെ കൊണ്ട് പൈസ ചെലവാക്കിപ്പിക്കുക, എന്നിട്ട് സുഖിച്ചു വാഴുക. ഇതാണ് നമ്മുടെ നായികയുടെ പണി. അതാണ് ഞാൻ നായിക ഒരു പൂതനയാണ് പറഞ്ഞത്. ഒരു തവണ പൂച്ച ചൂടുവെള്ളത്തിൽ ചാടും, 2 വട്ടം ചാടും ചിലപ്പോ. ഈ ചെറുക്കനാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ചാടാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ്. ഈ പെണ്ണാണ് വെച്ചാൽ നോർമൽ കാഫി കുടിക്കില്ല, സ്റ്റാർബക്സിൽ പോയാൽ മാത്രമേ പെണ്ണിന്റെ തൊണ്ടേന്ന് ഇറങ്ങും. അതേപോലെ തന്നെ നോർമൽ വണ്ടിയിൽ പോവില്ല, R15 ആണ്. ഈ ചെറുക്കനാണ് വെച്ചാൽ മിഡിൽ ക്ലാസ് ആണ്. EMI പറഞ്ഞ സാധനം കേൾക്കുമ്പോൾ പേടിക്കുന്ന ഒരു ഫാമിലി. അനിയത്തിയുടെ പഠിത്തം നോക്കണം, അച്ഛനും അമ്മയുടെ കാര്യം നോക്കണം, വീട്ടു ചെലവ് നോക്കണം. ആകുള്ളത് 40,000 രൂപ ശമ്പളം. ആ പൈസയും കൊണ്ട് ചെറുക്കനെ കൊണ്ട് 3 ലക്ഷം രൂപയുടെ വണ്ടി മേടിപ്പിക്കും. ഒരു വട്ടം പോയിട്ട് ചൂടുവെള്ളത്തിൽ ചാടിയേ. അത് കഴിഞ്ഞ 56,000 രൂപയുടെ നെക്ലസ്, ഒളിച്ചോടാൻ വേണ്ടിട്ട് 1 ലക്ഷം രൂപയുടെ പട്ടുപ്പടവ, ഐഫോണ്, കീഫോണ് വേണ്ടി ചെക്കനെ കുത്തുപാളെ എടുപ്പിച്ചു വിടും. ഇതിന് ഈ പെണ്ണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. എന്തിനാണ് R15 ബൈക്ക് മേടിപ്പിച്ചതെന്ന്. എനിക്ക് വേണമെങ്കിൽ R15 ബൈക്കുള്ള എവന്റെ ഒപ്പം വേണമെങ്കിലും ചുറ്റാൻ പോവാ, പക്ഷെ ഞാൻ നിന്നെ ലവ് ചെയ്തോണ്ടാണ് നിന്റെ അടുത്ത് ആ വണ്ടി മേടിക്കാൻ പറഞ്ഞത്. നിനക്ക് അത്ര പ്രേമം ഉണ്ടെങ്കിൽ നീ മേടിച്ചു കൊടുക്കണമായിരുന്നു അവന് വണ്ടി, അല്ലാതെ പാവപ്പെട്ട ഒരു ചെറുക്കനെ കടത്തിക്ക് തള്ളി വിടുകയല്ല ചെയ്യുന്നത്. നീ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ പറയുന്ന കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്, തനി തീട്ട എക്സ്പ്ലനേഷൻ, അത്രേ പറയാൻ പറ്റുള്ളൂ. അത്രയും തീട്ട എക്സ്പ്ലനേഷൻ. അത്രയും നേരം ആ ചെറുക്കന്റെ സൈഡിൽ നിന്നിട്ട് പിന്നെ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഈ ക്യാരക്ടർ ഇതാ കൊച്ച്. ഈ സിനിമയിൽ ആദ്യമായിട്ടാണ് ആ കൊച്ച് അഭിനയിക്കുന്നത്. ഇൻട്രൊഡ്യൂസിംഗ് എന്നൊക്കെ പണ്ടാണ് എഴുതി കാണിച്ച്. കാണുമ്പോ തന്നെ കലിയ വരുന്നു, കാണുമ്പോ തന്നെ വിരലിൽ അങ്ങോട്ട് തരിച്ചു കയറും. ആരെങ്കിലും ആ കൊച്ചിന് 2 ഒന്ന് പൊട്ടിച്ചുണ്ടായിരുന്നില്ല. പല സീനിലും തോന്നും അജാതി വെറുപ്പിക്കലായിരുന്നു. ഏതൊക്കെ സീനിൽ ഈ കൊച്ചു വരുന്നുണ്ടോ അൺസഹിക്കബിൾ ആണ്. സ്റ്റിൽ ഈ സിനിമ ഞാൻ സമയം പോണില്ലെങ്കിൽ കാണാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത്. ബിക്കോസ് ചില സീൻസ് ഒക്കെ നൈസ് ആണ്. ആൻഡ് ഈ ചെറുക്കന്റെ പെർഫോമൻസ് ഇസ് ആക്ച്വലി നൈസ്. ഔട്ട് ആൻഡ് ഔട്ട് ധനുഷിനെ പിടിക്കാനാണ് നോക്കിയിരിക്കുന്ന VIP ധനുഷിനെ. ആളുടെ പേര് കൊടുത്തിരിക്കുന്നത് രഘുവരൻ. ആളുടെ ഹെയർ സ്റ്റൈല്, എഞ്ചിനീയർ, ഇവൻ ഒരു കണ്ണട വെച്ച് വരുന്ന സീൻ ഉണ്ട്, ഡിറ്റോ ധനുഷ്. ഫൈറ്റ് വരെ ധനുഷിനെ പോലെ. സോ ആ ചെറുക്കന്റെ പെർഫോമൻസ് വാസ് നൈസ്. ബാക്കി സെൽവരാഘവനും ഈ ചെറുക്കനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസിൽ അത്യാവശ്യം കോമഡിയും പരിപാടിയൊക്കെ ഉണ്ട്. ബാക്കി അത്ര വലിയ സംഭവം വൻ പടമൊന്നുമല്ല. ആ കൊച്ചിന് പകരം വേറെ ആരെങ്കിലും വെച്ചിട്ട് വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഈവൻ ബെറ്റർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ പറ്റ ശോകം. ഇന്നത്തെ കാലത്ത് ക്ലൈമാക്സ് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പല ഡയറക്ടർമാർക്കും അറിയാത്തപ്പോൾ അവർ കൊണ്ടുവരുന്ന പരിപാടിയാണ് സെക്കൻഡ് പാർട്ട്. എന്നാൽ അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ, ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്
പ്രോപ്പറായിട്ട് ഡയലോഗ്സ് എഴുതാൻ അറിയില്ലെങ്കിൽ അവിടെ കൊണ്ടേ പാട്ട് കുത്തിക്കേറ്റും. 2-2.25 മണിക്കൂർ പടത്തിൽ എന്തിനാണ് 10 പാട്ട്? ആരെ കുഴിയിലോട്ട് എടുക്കാനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. മിണ്ടിയ പാട്ട്, തിന്നാ പാട്ട്, തൂറിയ പാട്ട്, തേങ്ങാക്കൊല. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എനിക്ക് സമയമൊന്നും ഇരിക്കുകയാണെങ്കിൽ, മഴയൊക്കെയാണ്, എവിടെയും പോകാൻ പറ്റില്ല, വേണമെങ്കിൽ കിടന്നുറങ്ങാം. ആ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ യു ബെറ്റർ സ്ലീപ്പ്. ആ ഉറക്കം പോലും കിട്ടില്ലെങ്കിൽ ഈ സാധനം വേണമെങ്കിൽ കണ്ടോ. വേറെ വൻ പരിപാടിയായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്റെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കാറുണ്ട്, എല്ലാ പടത്തിനും നെഗറ്റീവ് പറയാനല്ലോ. ഇജാതി കോമാളി പടത്തിന് എനിക്ക് കോമാളിത്തരം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റേ ഹൈ സ്റ്റാൻഡേർഡിലുള്ള പരിപാടി ഒന്നും പിടിക്കാൻ പറ്റില്ല. നല്ല സിനിമയ്ക്ക് ഞാൻ വളരെ മാന്യമായിട്ടും നീറ്റായിട്ടാണ് സംസാരിക്കാറുള്ളത്. കോമാളി പടത്തിന് ഞാനും കോമാളിത്തരം തന്നെ കാണിക്കും. ബിക്കോസ് എനിക്ക് അതേ അറിയൂ.